BP ലാസ്റ്റ് ചെക്ക് ചെയ്തത് എന്നാണ് ഓർമ്മയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഹൈ BPക്ക് അതായത് ഹൈപ്പർ ടെൻഷന് സിംറ്റംസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ അത് കുറെ കാലം അങ്ങനെ തന്നെ കൊണ്ട് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഹൈ BP ഒരുപാട് കാലം നിലനിൽക്കുകയാണെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കാന്ന് വെച്ചാൽ ഹാർട്ടിന് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരും പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഹാർട്ടിന്റെ വെസൽസിലും അതേപോലെ ഹാർട്ടിനും ഉള്ള വാൾസിനെല്ലാം തിക്നെസ് കൂടിയിട്ട് ഹാർട്ട് ഫെയിലിയർ ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ബ്രെയിനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രെയിനിലുള്ള വെസൽസിനെല്ലാം ഡാമേജ് സംഭവിച്ചിട്ട് സ്ട്രോക്ക് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇനി കിഡ്നിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കിഡ്നി ഫെയിലിയർ ആവാനും ഒരുപാട് നാളും ഇങ്ങനെ BP കൂടുകയാണെങ്കിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിഡ്നി ഫെയിലിയർ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ് പോലുള്ള വലിയ ട്രീറ്റ്മെന്റിലേക്കൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെ പറയുന്ന സ്ട്രോക്ക്, ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ ഇതൊന്നും ഒറ്റ നൈറ്റ് കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് ഇയേഴ്സ് ഓഫ് സൈലന്റ് ഡാമേജ് കൊണ്ട് അവസാനം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള വലിയ വലിയ അസുഖങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ BP ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ക്ലിനിക്കിലോ അല്ലെങ്കിൽ ലബോറട്ടറിയിലോ ഒക്കെ പോയിട്ട് നിങ്ങളുടെ BP ചെക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. BP എന്ന് പറയുന്നത് ഒരു 90 അല്ലെങ്കിൽ 100-നെക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഒരു 140-നെക്കാളും കൂടുതലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മെഡിസിൻസ് എടുക്കേണ്ടതാണ്. നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് മതി. പക്ഷേ അത് പ്രിവെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് വർഷങ്ങളോളം എടുക്കേണ്ടി വരും.